അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് ബാസിൽ. ഞാൻ ഒരു സന്തോഷമുള്ള വാർത്ത പറയാനല്ലാന്ന്. ഞാനൊരു സങ്കടമുള്ള കാര്യം പറയാനാണ്. എൻ്റെ ചങ്ങായി മരണപ്പെട്ടു. അയാൾക്ക് കുറച്ച് ദിവസം അയക്കാണ്ട് അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല. ശരിക്കും അത് മൂത്താപ്പയാണ്. പക്ഷെ ഞങ്ങളറിയില്ല സൗഹാർദ്ദം കൊണ്ട് എനിക്കത് ചങ്ങായി മാരായാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ചങ്ങായിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് കഴിയുന്നവരെല്ലാവരും തഹ്ലീൽ ഓതണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തന്നെ ചൊല്ലണം കേട്ടോ. ലാ ഇലാഹ എന്ന് ആവരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനിപ്പോൾ കഴിയുന്നതൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ എത്രയാണോ ചെല്ലുന്നത് അത് കമൻറ്റിൽ ചെയ്യട്ടോ. അസുഖമായി കിടന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലേനു. ശരിക്കും ഇന്നെ എല്ലാവരും അറിയിക്കാത്തതേനു. എനിക്ക് പനിയേനു. എന്നാലും ഇന്നെ ഹോസ്പിറ്റലിലേക്കൊന്ന് കാണാൻ കൊണ്ടുപോയാൽ മതിയേനു. ഞാനിത് എൻ്റെ ഉപ്പാനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞത് എല്ലാവരും മരിച്ചു എന്നാണ്. അതൊക്കെ ശരിയാണ്, എല്ലാവരും മരണമൊക്കെ പെടും. എന്നാലും ഇതേപോലെ ഉള്ള ആൾക്കാർ മരണപ്പെടുന്നത് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ എല്ലാവരും മുഖത്തും കണ്ണീരാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും മുഖത്തും കണ്ണീരാണ്. മുസ്ലിങ്ങളല്ലാത്ത കുറേ ആൾക്കാർ വന്നിരുന്നു. ഓലൊക്കെ കരയാണ്. ഇത്ര അധികം ആൾക്കാർ വന്നത് ഏത് മരണ വീട്ടിലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ചങ്ങായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സിനും ചെറിയ കുട്ടികളുടെയും സാധാ ആൾക്കാരതും വയസ്സായവർക്കും എല്ലാവർക്കും അതൊരു ചങ്ങായിയാണ്. ഞാൻ എല്ലാ പ്രാവശ്യം പാലിയേറ്റീവിൻ്റെ പിരിവ് നടത്തുമ്പോൾ എൻ്റെ ചങ്ങായി എപ്പോഴും അതിനായിട്ട് വലിയ സംഖ്യകളൊക്കെ തരലുണ്ടായിരുന്നു. മറക്കാൻ കഴിയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ ഒരു 4-5 വയസ്സായപ്പോൾ നമ്മളെ കുഞ്ഞാലിക്കുട്ടില്ലേ, നമ്മളെ കുഞ്ഞാപ്പ, അതിൻ്റെ തലയൊക്കെ ഞാൻ കാണുമ്പോൾ എൻ്റെ ചങ്ങായിൻ്റെ തലേൻ്റെ അതേമാതിരിയാണ്. എനിക്കാണെങ്കിൽ അത് കഷണ്ടിയാണെന്ന് ആദ്യം അറിയില്ലേനു. ഇവിടെ മുടി വെട്ടുന്ന മെഷീൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ ഹെയർ സ്റ്റൈൽ വേണം പറഞ്ഞുകൊണ്ട് മെഷീൻ എടുത്തതിൻ്റെ മേൽഭാഗത്തെ എല്ലാം മുടി വെട്ടീനു. ഞാൻ മുറ്റത്ത് വെക്കാനാണ് ആ മെഷീൻ അല്ല ഡ്രിമ്മറായിട്ട് മുടി വെട്ടിയത്. ഞാൻ അകത്തേക്ക് വന്നതും ഇങ്ങനെ നെട്ടി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചങ്ങായിൻ്റെ ഹെയർ സ്റ്റൈലാണ് ഞാൻ വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മ എന്നെ പൊടിച്ച് വെച്ചാണ്ട് എൻ്റെ ബാക്കി മുടിയൊക്കെ ഇതാക്കി. മേലെ മാത്രം മൊട്ടാക്കാനിട്ടില്ലല്ലോ. ഞാൻ കുറേ കരഞ്ഞു. എൻ്റെ ചങ്ങായിൻ്റെ അതേമാതിരിക്കുള്ള ഹെയർ സ്റ്റൈലൊക്കെ മതിയെന്ന്. അന്ന് എൻ്റെ കൈയും കാലൊക്കെ പൊടിച്ച് വെച്ചുകൊണ്ടാണ് എൻ്റെ മുടി ഫുള്ള് മൊട്ടടിച്ചത്. എൻ്റെ മുടി അങ്ങനെ വെട്ടിയപ്പോൾ എൻ്റെ ഉമ്മ ഫോട്ടോ എടുത്താണ്ട് എൻ്റെ ചങ്ങായിക്ക് വിട്ടെടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ചങ്ങായി പറഞ്ഞു, നമ്മൾ ആരും ഹെയർ സ്റ്റൈലും കോപ്പി അടിച്ചാൻ പാടില്ല എന്ന്. മുത്തുനബി അങ്ങനെ മുടി വെട്ടണം, അങ്ങനെയാണ് നമ്മൾ മുടി വെട്ടേണ്ടത്. ആരും എങ്ങനെ വെട്ടിയാലും നമ്മൾ അതേമാതിരിക്ക് വെട്ടാൻ പാടില്ല എന്ന് എൻ്റെ ചങ്ങായി പറഞ്ഞു. പിന്നെയാണ് ഇപ്പോൾ ചങ്ങായി പറഞ്ഞത് അതിൻ്റെ മേലെ മുടി വരാത്തതാണെന്നും അതിൻ്റെ പേര് കഷണ്ടിയാണെന്നും. അപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ഇനി ഒരിക്കലും അങ്ങനെ മുടി വെട്ടരുത് എന്നൊക്കെ എൻ്റെ ചങ്ങായി പറഞ്ഞിരുന്നു. എൻ്റെ ചങ്ങായിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാരുണ്ടേനു മയ്യത്ത് നിസ്കാരത്തിന്. പള്ളിയിലും പേരൻ്റെ മുറ്റത്തേക്കാണ്ടൊക്കെ കുറേ ആൾക്കാരുണ്ടേനു.
ഞാനൊക്കെ പള്ളിയിലെ മുറ്റത്തിന് നിസ്കരിച്ചത്. അത്രയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചെയ്ത എല്ലാ നന്മക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം കൊടുക്കട്ടെ. എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കട്ടെ. കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. ഖബറിൽ വിശാലമായ സ്ഥലം കൊടുക്കട്ടെ. എല്ലാ തെറ്റും പൊറുക്കണേ അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.